എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ മാനിഫെസ്റ്റേഷൻസ് അല്ലെങ്കിൽ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ റിയാലിറ്റിയിലേക്ക് വരുന്നു എന്നുള്ളതിന് പ്രപഞ്ചശക്തി അല്ലെങ്കിൽ യൂണിവേഴ്സ് തരുന്ന സൂചനകളെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും എല്ലാ അർത്ഥത്തിലും ഈശ്വരൻ്റെ നാമത്തിൽ നന്ദി പറയുകയാണ്. നിങ്ങളുടെ അവരുടെ സജഷൻസിനും മോട്ടിവേഷനും നല്ല പ്രോത്സാഹനവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്നതിന്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് നമ്മൾ വളരെ അഗാധമായിട്ട് അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഒരു ആഗ്രഹിക്കുക, അത് പ്രപഞ്ചശക്തിയിലേക്ക് ഈശ്വരനിലേക്ക് നമ്മൾ സമർപ്പിക്കുക. അങ്ങനെ നമ്മൾ ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്ക് എല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ റിയൽ ലൈഫിലേക്ക് ഫിസിക്കൽ വേൾഡിലേക്ക് അത് വരുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുക. അപ്പോൾ അത് വരുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് സൂചനകൾ പ്രപഞ്ചശക്തി നമ്മൾക്ക് തരും. പക്ഷേ നമ്മളതിനൊന്നും അവെയർ അല്ലാതെ നമ്മളെപ്പോഴും ആ ഒരു നെഗറ്റീവ് എനർജിയിൽ ഇങ്ങനെ നിൽക്കാനായിട്ട് ഉള്ളൊരു സാധ്യത ഉണ്ടായതുകൊണ്ട് ഈ സൂചനകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. ഒന്നാമതെന്ന് പറയുന്നത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സൈൻ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വളരെ വേദന തോന്നും, എന്നാലും അത് ഉൾക്കൊള്ളുക. അതായത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ഡിയറസ്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോവുക. അത് വ്യക്തികളാവാം, ബന്ധങ്ങളാവാം, ജോലിയാവാം, അല്ലെങ്കിൽ പണമാവാം, എന്ത് കാര്യമായാലും, അല്ലെങ്കിൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആയാലും, അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ആണെങ്കിലും എല്ലാം നമ്മളുടെ ജീവിതത്തിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് സംഭവിച്ച് ഇല്ലാതായി പോവുക. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ അത് ഇല്ലാതായി പോകുന്നു അല്ലെങ്കിൽ നീങ്ങിപ്പോകുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള കാര്യം എന്ന് വെച്ചാൽ അവിടെ പ്രപഞ്ചശക്തി അല്ലെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങളുടെ എല്ലാമാണെന്ന് കരുതി നിങ്ങളിങ്ങനെ ഹൃദയത്തോട് കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം എന്ന് പറയുന്ന ആ കപ്പ് വളരെ അശുദ്ധമാണ്. നിങ്ങളുടെ രണ്ട് കണ്ടുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ, റിലേഷൻഷിപ്പിലാണെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജോലി നമുക്ക് വളരെയധികം ടോർച്ചറിങ് ആണ്, അവർ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ജോലി ചെയ്യാനായിട്ട് അവർ നിർബന്ധിക്കുന്നു, അതിനുള്ള സാലറി നമുക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള പോസ്റ്റ് നമുക്ക് തരുന്നില്ല, പ്രൊമോഷൻ കിട്ടുന്നില്ല. എന്നാലും നമ്മൾ ഈ ഒരു ജോലി വിട്ടുപോയാൽ ഈ ഒരു ജോലി എപ്പോഴാണ് കിട്ടുന്നത് വരെ ഞാൻ എങ്ങനെ ജീവിക്കും പണമില്ലാതെ, അല്ലെങ്കിൽ വേറെ നല്ല ജോലി കിട്ടുമ്പോൾ വീട് അല്ലെങ്കിൽ വീട്ടിലെ ആൾക്കാരെല്ലാം വിട്ടിട്ട് ദൂരസ്ഥലത്തേക്ക് പോകേണ്ടി വരുമോ, അപ്പോൾ അങ്ങനെ ഒരു ജോലിയുമായിട്ട് പുതിയൊരു സംരംഭമൊക്കെ ആയിട്ട് എനിക്ക് സിങ്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളുടെ ഉള്ളിൽ വളരെ തോട്ട് പ്രോസസ്സിങ്, പലതരത്തിലുള്ള ചിന്തകൾ, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നമുക്ക് കോൺഫിഡൻസ് ഇല്ലാതാവുകയും ഭയം എന്ന് പറയുന്നത് കയറി വരികയും അങ്ങനെ അത് വരുന്നത് കൊണ്ട് ധൈര്യം എന്ന് പറയുന്നത് ഇല്ലാതാവുകയും അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് നമുക്ക് പറ്റാതെ നമ്മൾ ഈ വേണ്ടാത്തതിനെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് അതിലിങ്ങനെ അടികിട്ടി പിന്നെ സാരമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ ആ ഹൃദയം എന്ന് പറയുന്ന ആ കപ്പ് വളരെ അശുദ്ധമാണ്. അപ്പോൾ പ്രപഞ്ചശക്തി ഈശ്വരൻ പറയുന്ന ആ കപ്പിലിരിക്കുന്ന വെള്ളം അല്ലെങ്കിൽ ആ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ റിലീസ് ചെയ്ത് കളഞ്ഞ് കപ്പ് വളരെ ശുദ്ധമാക്കി വെച്ചാലേ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുയോജ്യമായിട്ട് മഹത്തരമായിട്ടുള്ള നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അതിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളൊരു ആക്ഷൻ എടുക്കുക. ആക്ഷൻ എടുക്കുന്നതിന് മുമ്പ് ചിന്തിച്ചുകൊണ്ട് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് നല്ല ധൈര്യം ആയി വന്ന് ഭയത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് നല്ല ഡിസിഷൻ എടുത്ത് ഇമോഷൻസിനെ താഴ്ത്തി വെച്ച് ഇൻ്റലിജൻസിനെ ഉയർത്തിക്കൊണ്ട് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കോടാനുകോടി ശക്തികൾ ചേരുന്ന പ്രപഞ്ചശക്തി നമ്മളെ പുഷ് ചെയ്യും ആ കാര്യങ്ങൾ നടക്കാൻ. അപ്പോൾ ഒറ്റ അടിക്ക് വെട്ടൊന്ന് മുറിരണ്ട് എന്നുള്ള രീതിയിലൊന്നുമല്ല, വളരെ ടൈം ഫ്രെയിം ആയിട്ട് നമ്മളൊരു ആക്ഷൻ എടുത്തു, അതിന് തിരിച്ച് ഒരു റിസൾട്ട് കിട്ടി, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു രീതിയിൽ നിൽക്കുന്നോ എന്നറിയാൻ പ്രപഞ്ചശക്തിയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ടെസ്റ്റ് ഉണ്ടാവും. നമ്മൾ ആ ഒരു രീതിയിൽ നിൽക്കുന്നോ, അല്ലെങ്കിൽ പല നെഗറ്റീവായിട്ടുള്ള ട്രിഗറിങ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ആ പഴയ വെർഷനിലേക്ക് നമ്മൾ ഓടാനുള്ളൊരു സാധ്യതയുണ്ടോ, ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ തിരിഞ്ഞോടാനായിട്ടുള്ളൊരു സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ പ്രപഞ്ചശക്തിയുടെ ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്. അപ്പം ആ ഒരു പ്രപഞ്ചശക്തി എത്രത്തോളം നമ്മൾ വിശ്വസിക്കുന്നു, എത്രത്തോളം നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് ഞാൻ മുന്നോട്ട് തന്നെ സഞ്ചരിക്കുന്നു, ഇനി പിന്നിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടമില്ല എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നമ്മളുടെ മുന്നിലൊരു ഓപ്പർച്യൂണിറ്റി വന്ന് വീഴുമ്പോൾ അത്രയും ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ
പതുക്കെ 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 നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ നശിപ്പിക്കാൻ, നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ ലിമിറ്റിംഗ് ബിലീഫ്സ് ആയിട്ട് വെച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ധാരണകളെല്ലാം തെറ്റിച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് വെച്ചിരുന്ന നമ്മളുടെ കൂടെയുള്ള വ്യക്തികളെല്ലാം നമ്മളുടെ ജീവിതത്തിൽ നിന്ന് നടന്ന് അകന്നകന്ന് അങ്ങ് ദൂരെ പോവുകയും അങ്ങനെ ഒരു കാർമിക് സൈക്കിൾ തന്നെ ബ്രേക്ക് ചെയ്ത് നമ്മൾ ന്യൂ ബിഗിനിങ്ങിലേക്ക് എത്തുന്ന സമയത്ത് പ്രപഞ്ചശക്തി നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചെറിയ ചെറിയ വലിയ വലിയ വിജയങ്ങൾ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ്, ബ്രേക്ക് ത്രൂ എല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തരും. അപ്പോൾ ആദ്യത്തെ സൂചന നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പലതും ഇപ്പോൾ ഉള്ളത് നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളത്. അപ്പോൾ അവിടെ സങ്കടപ്പെടുകയല്ല ചെയ്യേണ്ടത്. ഇത്തരത്തിലൊന്ന് ചിന്തിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് താങ്ക് യു യൂണിവേഴ്സ്, അല്ലെങ്കിൽ പ്രപഞ്ചശക്തി, അല്ലെങ്കിൽ ഈശ്വരീയ ചൈതന്യം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഓരോ ദിവസവും നമ്മളുടെ മുന്നിൽ പലതരത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ആയിട്ട് ഒക്കെ പല പ്രശ്നങ്ങളും നമ്മളുടെ മുന്നിൽ വന്ന് വീഴുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു ഡബിൾ എനർജിയുടെ ഒരു സാന്നിധ്യം കൊണ്ട് പലപ്പോഴും ഈശ്വരനെ പ്രാർത്ഥിക്കാനോ പൂജിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ഗ്രേറ്റ്ഫുൾ ആവാനോ ഒന്നും തോന്നാത്തൊരവസ്ഥ. എത്ര വന്നാലും ശരി തന്നെ ഈശ്വരൻ എന്തിനാണ് എന്നെ പരീക്ഷിക്കുന്നത്, എന്തിനാണ് ഈശ്വരൻ ഇത്രത്തോളം ആ ഒരു ചലഞ്ചസ്, റിസ്ക്, ഒബ്സ്റ്റക്കിൾസ് ഒക്കെ എൻ്റെ മുന്നിൽ ഇട്ട് തരുന്നത്, ഞാൻ എല്ലാ തരത്തിലും ഞാൻ സറണ്ടർ ആയതാണല്ലോ, എപ്പോഴും വളരെ ഗ്രേറ്റ്ഫുൾ ആണല്ലോ, അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടല്ലോ, ഒപ്പനൊപ്പന പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ, എൻ്റെ എല്ലാ ഇന്നർ വൂൺസ് എല്ലാം ഹീൽ ചെയ്യുന്നതാണല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം മുന്നിൽ വരുമ്പോൾ നമ്മളെ കൊണ്ടൊന്ന് പ്രാർത്ഥിക്കാനോ ഒന്ന് ഗ്രേറ്റ്ഫുൾ ആവാനോ ഒന്നും പറ്റാത്ത രീതിയിൽ, നമുക്ക് ചെയ്യാൻ തോന്നാത്ത രീതിയിലൊക്കെ നമ്മളുടെ മുന്നിൽ ഓരോ സിറ്റുവേഷൻസ് വരുന്നെങ്കിൽ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനഃപൂർവ്വം നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ആ ഒരു ഡബിൾ എനർജി എന്നെക്കൊണ്ട് ഇങ്ങനെ ആ ഒരു രീതിയിലൊക്കെ പെർഫോം ചെയ്യുന്നതാണ്. അതുകൊണ്ട് എനിക്ക് പ്രപഞ്ചശക്തിയോട് എപ്പോഴും വിശ്വാസമാണ്, എന്നെ തന്നെ ഞാൻ സറണ്ടർ ചെയ്തിരിക്കുകയാണ്, ആ ഒരു ശക്തിയിൽ ഞാൻ വളരെ ഗ്രേറ്റ്ഫുള്ളാണ്. അപ്പം എനിക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ ആ ഒരു സുപ്രീം പേരൻറ്റിന് അറിയാം, കാണാൻ സാധിക്കുന്നത് കൊണ്ട് ഐ ആം ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് അല്ലെങ്കിൽ റിയൽ ബ്രേക്ക് ത്രൂ എല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ളൊരു സൂചനയാണ്. ഇനി മൂന്നാമത്തെ ഒരു സൂചന എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെംപ്ടേഷൻ. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, വളരെ ഒരു കള്ളുകൂടിയൻ അല്ലെങ്കിൽ പുകവലി അല്ലെങ്കിൽ ഗാംബ്ലിംഗ് അല്ലെങ്കിൽ പണം ധൂർത്തടിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരവസ്ഥ, അത് ജെൻഡർ സ്പെസിഫിക്കേഷൻ ഇല്ല, ഏത് രീതിയിൽ അല്ലെങ്കിൽ ഗോസിപ്സ് ഒക്കെ പറയുക, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ജോലി ചെയ്യാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, അതായത് നമ്മളുടെ വളർച്ചയെ മുരടിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള പലതരത്തിലുമുള്ള ഒരു സ്വഭാവ സവിശേഷത നമുക്കുണ്ടായിരിക്കുകയും അത് ജെൻഡർ സ്പെസിഫൈ ചെയ്യുന്നില്ല, ആരായാലും ഒരു ഉദാഹരണമാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വലിയ അടികൾ കിട്ടുമ്പോൾ ഒരു അവേക്കനിങ് എന്നുള്ള രീതിയിൽ, സ്പിരിച്വൽ ആവാം അല്ലാതെ ആവാം, അവേക്കനിങ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കിക്കൊണ്ട് ഞാൻ ഈ ചെയ്യുന്നതൊക്കെ തെറ്റല്ലേ എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് മാറാൻ ശ്രമിക്കുക. അങ്ങനെ മാറാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ മൊത്തത്തിൽ നമ്മളുടെ ആ ഒരു ജീവിതചര്യ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ചിന്ത, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യം, അല്ലെങ്കിൽ നമ്മളുടെ മൊത്തത്തിലുള്ള ഒരു ഷെഡ്യൂൾ, എല്ലാത്തിനും ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഒരാഴ്ച 2 ആഴ്ച കൂടിപ്പോയാൽ ഒരു മാസമൊക്കെ അതുപോലെയൊക്കെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ പഴയ രീതിയിലുള്ള പല കാര്യങ്ങളും, ഓപ്പർച്യൂണിറ്റീസ്, വ്യക്തികൾ, വാർത്തകൾ, കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ വന്ന് വീഴും. നിങ്ങളെങ്ങനെയെങ്കിലും ആ ഒരു പഴയ പാറ്റേണിലേക്ക് പിടിച്ചു വലിച്ച് താഴ്ത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നമ്മൾ ഈശ്വരീയ ചൈതന്യത്തിനോട് വളരെയധികം ഞാൻ ഇങ്ങനെ ഒന്ന് മാറാനായിട്ട് ശ്രമിക്കുമ്പോൾ എന്തിനാ ഇങ്ങനെ ഒന്നല്ല പല പ്രശ്നങ്ങൾ എൻ്റെ മുന്നിൽ വന്ന് വീഴുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ യൂണിവേഴ്സൽ ഫോഴ്സിൻ്റെ ഒരു ടെസ്റ്റാണ്. എത്ര വലിയ ട്രിഗറിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ആ ഒരു ഓൾഡ് പാറ്റേണിലേക്ക് പോകാനൊരു സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ തീരുമാനമെടുത്തത് ഉറച്ച തീരുമാനമാണോ, ഇനി പഴയതിലേക്ക് പോകില്ലേ? കാരണം ഈശ്വരീയ ചൈതന്യം നേടിക്കൊണ്ട് നിൽക്കുന്ന ഓരോ സോൾ എന്ന് പറയുന്നത് ഈശ്വരനോളം തുല്യമാണ്. ആ ഒരു വെളിച്ചം എന്ന് പറയുന്നത് വളരെ പരിശുദ്ധമാണ്, പവിത്രമാണ്. അപ്പോൾ അതുപോലെ നമ്മൾ കാത്തു സൂക്ഷിക്കണമെങ്കിൽ എത്ര വലിയ അടിയൊഴുക്കുകളോ ചുഴലിക്കാറ്റുകളോ നമ്മുടെ മുന്നിൽ വന്നാലും നമ്മൾ വളരെ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് നിന്ന് നമ്മൾ തരണം ചെയ്ത് വളരെ സ്റ്റേണായിട്ട് നിൽക്കാനുള്ള ഒരു മെൻ്റൽ സ്ട്രെങ്ത് വേണം. അപ്പോൾ അതുകൊണ്ട്
നമ്മൾ ആ ഒരു രീതിയിലേക്കൊക്കെ നമ്മളുടെ ഓൾഡ് പാറ്റേൺസിലേക്കൊക്കെ പോകുമോ? ഇതുപോലെ നമ്മളെ ചഞ്ചലപ്പെടുത്തുന്ന പല കാര്യങ്ങളും നമ്മളുടെ ചാബല്യങ്ങൾ മുന്നിൽ വരുമ്പോൾ അതിലേക്ക് നമ്മൾ വീണു പോകുമോ? അല്ലെങ്കിൽ നമ്മളുടെ തീരുമാനങ്ങൾ എടുത്തതിന് നമ്മൾ ഉറച്ചു നിൽക്കുമോ എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ടെംപ്റ്റേഷൻ നമ്മളുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ അതിനെല്ലാം ടാറ്റ ഗുഡ് ബൈ പറഞ്ഞ് ഞാൻ തീരുമാനം എടുത്തതാ എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതും ഒരു സൂചനയാണ് നിങ്ങളുടെ റിയൽ ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻസ് നിങ്ങളുടെ ഫിസിക്കൽ വേൾഡിലേക്ക് റിയാലിറ്റിയിലേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം. പിന്നെ നാലാമത്തെ ഒരു സൂചന എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൺഫർമേഷൻ. അതായത് പ്രപഞ്ചശക്തിയുമായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഫോഴ്സുമായിട്ട് അല്ലെങ്കിൽ ഡിവൈൻ ഫോഴ്സുമായിട്ടൊക്കെ നമ്മൾ അത്രയും കണക്റ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഒരു സ്വപ്നത്തിലൂടെ അല്ലെങ്കിൽ ഒരു നമ്പർ പാറ്റേണിലൂടെ അല്ലെങ്കിൽ പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളിലൂടെ അല്ലെങ്കിൽ സ്പിരിറ്റ് ആനിമൽസിലൂടെ അല്ലെങ്കിൽ നിങ്ങളൊരു ബുക്ക് തുറക്കുക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആക്സിഡൻ്റലി നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്ഥലത്തൊരു വേർഡിങ് കേൾക്കുക അല്ലെങ്കിൽ വായിക്കുക അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുക അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു പ്രസംഗം കേൾക്കുന്നതിനകത്തൊക്കെ നിങ്ങൾക്ക് ആ ഒരു പ്രപഞ്ചശക്തി തരുന്ന എന്തോ ഒരു മറുപടി അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം അതിലിങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് അല്ലെങ്കിൽ റിയൽ ബ്രേക്ക് ത്രൂ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് നിങ്ങൾക്കറിയാം. അതായത് നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ അങ്ങനെ നമ്മളെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അന്നത്തെയുള്ള അടുക്കം ചിട്ടയുമായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അമിതമായിട്ടൊരു സന്തോഷം, ചിരിക്കാൻ തോന്നുക, ഒരു പാട്ട് പാടാൻ തോന്നുക, നമ്മളുടെ ഹൃദയത്തിന് വളരെ ഒരു ലൈറ്റ് വെയിറ്റ് ഒക്കെ തോന്നിയിട്ട് ഒരു അപ്പൂപ്പൻ താടിയുടെ ഒരു ഫീലിംഗ് ഒക്കെ വന്നിട്ട് അതിങ്ങനെ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഇങ്ങനെ തുള്ളിക്കളിക്കുന്ന ഒരു സാഹചര്യം ഒരു നിമിഷത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്കാണെങ്കിലും നമുക്കിങ്ങനെ തോന്നുക. അപ്പോൾ ചുറ്റിനും പല കാര്യങ്ങളും നെഗറ്റിവിറ്റി ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെയാണ് കടന്നു പോകുന്നതെങ്കിലും എൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷം, ഭയങ്കര ചിരി വരുന്നു. എനിക്ക് എന്നെ തന്നെ ഇങ്ങനെ ആസ്വദിച്ച് വളരെ കാമായിട്ട് വളരെ പീസ്ഫുള്ളായിട്ട് എനിക്ക് എൻജോയ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് മതി, എൻ്റെ കൂടെ ആരുടെയും കൂട്ട് വേണ്ട, എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്താ ഇപ്പം സന്തോഷിക്കാനും വേണ്ടിയിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ലല്ലോ, പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്ക് ഭയങ്കര സന്തോഷം, എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സന്തോഷമൊക്കെ തോന്നുന്നെങ്കിൽ അവിടെയും പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തരുന്നൊരു സൂചനയാണ്. അതായത് നിങ്ങളുടെ ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻസ് എല്ലാം നിങ്ങളുടെ ഫിസിക്കൽ വേൾഡിലേക്ക് അല്ലെങ്കിൽ റിയാലിറ്റിയിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിൻക്രണസിറ്റി. ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ നമ്പർ പാറ്റേൺസ് അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സ് പോലെ റിപ്പീറ്റിംഗ് നമ്പേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് തന്നെ 2 വട്ടം കാണുക അല്ലെങ്കിൽ ഒരു കാര്യം തന്നെ ഒരു ദിവസം പലതവണ നമ്മൾ കാണുക അല്ലെങ്കിൽ ഒരു ഈശ്വരൻ്റെ പടം അല്ലെങ്കിൽ ശിവഭഗവാൻ എന്ന് പറയുന്ന ആ ഒരു ഈശ്വരൻ്റെ പടം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഫോട്ടോ ഒക്കെ ഒരു ദിവസം നമ്മൾ 7-8 പ്രാവശ്യം പല ദിക്കിലായിട്ടൊക്കെ കാണുക. അങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും സിൻക്രണസിറ്റി നമ്മളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ എന്തോ ആഗ്രഹിച്ച ഒരു ആഗ്രഹം അത് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ റിയൽ ലൈഫിലേക്ക് വരുന്നു അല്ലെങ്കിൽ വരാൻ പോകുന്നു. അതൊരു റിയൽ ബ്രേക്ക് ത്രൂ ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക, വരുന്നുണ്ട്. അപ്പോൾ അതിൽ വളരെ പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ള സൂചനയാണ്. ഇനി അടുത്ത ഒരു സൂചന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ട്രിഗറിങ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ചുറ്റിനുമുള്ള ആളുകൾ ഒരു സിനേറിയോ ക്രിയേറ്റ് ചെയ്യുക. അത് നിങ്ങൾ അവെയറല്ല. ചിലപ്പോൾ അത് വർക്ക് ഏരിയയിലാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിലാവാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് സർക്കിളിൻ്റെ ഗ്രൂപ്പിലാവാം. കാരണം നിങ്ങളൊരു മാജിക്കൽ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് പോലെ അല്ലെങ്കിൽ ഒരു സ്റ്റാർ ക്വാളിറ്റിയിൽ ഒരു ഹൈ വൈബ്രേഷൻ വളരെ നല്ല ഓറയൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ മറ്റുള്ളവർക്കൊന്നും പെട്ടെന്ന് അങ്ങോട്ട് വന്നൊന്നും നിങ്ങളെ അറ്റാക്ക് ചെയ്യാനോ താഴ്ത്താനോ കഴിയില്ല. അങ്ങനെയാകുമ്പോൾ അപ്പുറത്തെ സൈഡിൽ അവർക്ക് വല്ലാത്തൊരു ജലസ് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മളെപ്പോലെയൊക്കെ ചിന്തിക്കുന്ന തരത്തിലൊരു ലോ വൈബ്രേഷനിലേക്ക് എത്തിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ ചെറുതും വലുതുമായിട്ടൊക്കെയുള്ള പല സിനേറിയോസും ക്രിയേറ്റ് ചെയ്യുകയും അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു നമ്പർ പാറ്റേൺ സിസ്റ്റം പോലെ ഏഞ്ചൽ നമ്പേഴ്സ് ഒരു ഇൻഡിക്കേഷൻ പോലെ ആ ഒരു സംഭവം വരുന്നുണ്ട്. ഒരു സുനാമി അല്ലെങ്കിൽ ഒരു ട്രിഗറിങ് ഇഫക്റ്റ്, ഒരു നെഗറ്റിവിറ്റി നിങ്ങളെ താഴ്ത്തി കെട്ടി നിങ്ങളെ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ടൊരു സംഭവം വരുന്നുണ്ട് എന്ന് നമ്മൾക്ക് കാണിച്ചു തരികയും
അത് ശരിക്കും നമുക്ക് കാണിച്ചു തരികയാണ്. ഇതാ നോക്കൂ, ഇതാ അവിടെ വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മളെ കാണിച്ചു തരികയും ആ ഒരു സംഭവം നമ്മളുടെ ചുറ്റിനിങ്ങനെ നടക്കുമ്പോൾ നമ്മൾ വളരെ പോസിറ്റീവായിക്കൊണ്ട് നമുക്ക് ചിരിക്കാനാണ് തോന്നുക. അത്തരത്തിൽ നമ്മൾ ആ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു ട്രിഗറിങ് ഒരു ലെവലേഷൻ പോലും നമ്മളെ 1% പോലും നമ്മളെ ബാധിക്കാതെ ആ ഒരു സിറ്റുവേഷൻ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ ചിരിച്ചുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ പാമ്പർ ചെയ്തുകൊണ്ട് ആ ഒരു പ്രപഞ്ച ശക്തിയുടെ ആ ഒരു മാജിക്കിൽ നമ്മൾ വളരെ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് അതിന് നമ്മൾ എപ്പോഴും എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്ത രീതിയിൽ ആ ഒരു ഈശ്വരീയ ചൈതന്യത്തിൻ്റെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയം, ആ ഒരു ഇൻസിഡൻറ്റ് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി അമേസിങ്. കാരണം എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കുക, നിങ്ങളുടെ ആ ഒരു ബ്രേക്ക് ത്രൂ അത് തന്നെ ഒരു ബ്രേക്ക് ത്രൂ ആണ്. നിങ്ങളെ ഒരിക്കലും എത്ര നെഗറ്റിവിറ്റി ഉള്ള സംഭവങ്ങളും നിങ്ങൾക്ക് ഒരു നെഗറ്റിവിറ്റി തരില്ല. അതിൽ നിന്നെല്ലാം ഒരു ബ്രേക്ക് ത്രൂ ആയിട്ട് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് അപ്രോച്ചിൽ ആ കാര്യങ്ങളെ കണ്ടുകൊണ്ട് ആ ഒരു ഒബ്സ്റ്റക്കിൾസ് ചലഞ്ചസിനെ എല്ലാം നിങ്ങൾക്ക് കൂളായിട്ട് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ അതും നിങ്ങളുടെ ഒരു റിയൽ ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ റിയൽ ലൈഫിലേക്ക് വരുന്നു എന്നുള്ള ഒരു സൂചനയാണ്. പിന്നുള്ളൊരു സൂചന എന്ന് പറഞ്ഞാൽ ചലഞ്ചസ്, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, മറ്റുള്ളവർ ഈഗോ മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ട് ചെറിയ രീതിയിൽ വലിയ രീതിയിൽ അവരുടെ ആ ഒരു ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് വെച്ചിട്ട് നമ്മളുടെ അടുത്ത് ഓരോന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഹ്യൂമൻ ബോഡി വിത്ത് ഒരു സ്പിരിറ്റ് നേച്ചർ എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ ആ ഒരു ശരീരം എല്ലാവരെയും പോലെ നമ്മൾ കാണുന്നെങ്കിലും നമ്മളുടെ ഒരു വൺനെസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ ആ ഒരു ചിന്തയും നമ്മളുടെ ആ ഒരു ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാടും ഒക്കെ ഒരു വേറെ ലെവലായതുകൊണ്ട് അവരെത്ര ഈഗോ മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ട് നമ്മളുടെ മുന്നിൽ എത്ര ഒബ്സ്റ്റക്കിൾസ് ഇട്ടാലും ഈ പറയുന്ന രീതിയിൽ നമ്മൾ വളരെ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് ഇതിലൊന്നും എനിക്കൊന്നും മറുപടി പറയാനില്ല, ദേ ആർ പെർഫോമിങ് ആൻഡ് ദേ ആർ ഗെറ്റിംഗ് ദ റിസൾട്ട്. നമുക്കല്ല, അവർക്ക് തന്നെ അതിൻ്റെ അനുഭവങ്ങളും കിട്ടിക്കൊണ്ട് പോകുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷനെ എല്ലാം വളരെ കൂളായിട്ട് വളരെ പീസ്ഫുള്ളായിട്ട് വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് നിന്നുകൊണ്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നെങ്കിൽ അതും ഒരു സൂചനയാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് അല്ലെങ്കിൽ ബ്രേക്ക് ത്രൂ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ. കാരണം അവിടെയൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മെൻ്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ ഹൈ ആവുകയും ഇമോഷൻസ് എന്ന് പറയുന്നത് വളരെ താഴ്ത്തിക്കൊണ്ട് ഇൻ്റലിജൻസിനെ വളരെ ഉയർത്തിക്കൊണ്ട് നമ്മൾക്ക് ആ ഒരു തേർഡ് ഐയുടെ ഒരു ആക്ടിവേഷൻ വെച്ചിട്ട് അവരുടെ ഉള്ളിൽ എന്താണ് അവർ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഫുള്ളി കാണാവുന്നൊരു കാര്യത്തിനെ നമ്മൾ പിന്നെ നമ്മളുടെ ആ ഒരു തോട്ട് പ്രോസസ്സിലിട്ട് ചിന്തിക്കുകയും വേദനിക്കേണ്ടയും കാര്യമില്ല. അപ്പോൾ അത്തരത്തിലൊക്കെ നമുക്ക് ആ ഒരു സക്സസ്ഫുള്ളായിട്ട് കാര്യങ്ങളെ നോക്കിക്കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നെങ്കിൽ അവിടെയും പ്രപഞ്ചശക്തി നമുക്ക് തരുന്നൊരു സൂചനയാണ് ആ ഒരു ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് റിയൽ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതിന്. പിന്നെ നമുക്ക് ഏറ്റവും സന്തോഷമായിട്ട് തോന്നുന്നൊരു സൂചന എന്ന് വെച്ചാൽ നിങ്ങളുടെ ചുറ്റിലുള്ള പല ആളുകൾക്കും നിങ്ങളെ ഇഷ്ടമല്ലാതാവുക. പല സിറ്റുവേഷനിലും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവർ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മളെ ഒഴിവാക്കുക, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് കാര്യങ്ങളൊന്നും പറയാതിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് വിചാരിക്കും ഇതിനെയൊന്നും കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളത്തില്ല, അതിൻ്റെ വേറൊരു തലവും വേറൊരു ചിന്താഗതിയൊക്കെ ആയതുകൊണ്ട് അതിൽ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവരോരോരോ കാര്യങ്ങളൊക്കെ പറയും, ഭയങ്കര മോട്ടിവേറ്റഡ് ആണ്, അത്തരത്തിൽ സെൽഫ് ലവിനെ കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒന്നും നമുക്ക് പിടിക്കാത്തതുകൊണ്ട് നമുക്ക് അതൊന്നും അവരെ ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് പല രീതിയിലും പല ആളുകളും നിങ്ങളെ പല കാര്യത്തിൽ നിന്നും അവോയ്ഡ് ചെയ്ത് നിർത്തുക, റിജക്റ്റ് ചെയ്യുക. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ റിജക്ഷൻ എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈശ്വരീയ ചൈതന്യത്തിനെ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വിളക്കാണ്. അപ്പോൾ ആ ഒരു വിളക്ക് ചെന്ന് ഒരു കരിക്കട്ടയുടെ അടുത്ത് ചെന്നിരുന്നാൽ നിങ്ങളുടെ ആ ഒരു പ്രകാശം എന്ന് പറയുന്നത് അണഞ്ഞു പോകും. അതുകൊണ്ട് ഈശ്വരൻ ബീങ് ഇൻ സോളിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്നാൽ മതി എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളെ അവരിൽ നിന്ന് അങ്ങ് മാറ്റി വളരെ ശുദ്ധമായി പരിശുദ്ധമായി മനോഹരമായിട്ട് ആ വിളക്ക് എപ്പോഴും കത്തിയിരിക്കട്ടെ എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തുന്നതാണ്. അപ്പോൾ നമ്മളുടെ മനസ്സിൽ തോന്നിയവർക്ക് എന്താ എന്നോട് ഇഷ്ടമില്ലയോ, എവിടെ ചെന്നാലും എന്നോട് ആരും സഹകരിക്കില്ല, ആരും മിണ്ടില്ല, ഒന്നും തുറന്നു പറയില്ല, എന്നെ എപ്പോഴും ഒഴിവാക്കുക എന്നുള്ളൊരു നെഗറ്റീവ് ചിന്താഗതിയാണ് നമ്മളുടെ ഉള്ളിൽ. എന്നെ കാണാൻ കൊള്ളത്തില്ലേ, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള കഴിവില്ലേ, അല്ലെങ്കിൽ എനിക്ക് അവരുടെ കൂടെ നിൽക്കാനുള്ള ആ ഒരു എനർജി ഇല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും.
പക്ഷേ അവിടെ സത്യമായി നടക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ഓൾ ദ പീപ്പിൾ. അപ്പോൾ അത്തരത്തിൽ അവരുമായിട്ട് മിങ്കിൾ ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ എനർജി വളരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കുക. ഒറ്റയ്ക്ക് നിന്നാൽ മതി. അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് ആ ഒരു സ്പിരിച്വൽ തലത്തിലുള്ള എത്ര എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയും ശക്തികൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഒറ്റയ്ക്കല്ല, പക്ഷേ നിങ്ങളുടെ കണ്ണുകൊണ്ട് ഇത് കാണാൻ പറ്റത്തില്ല, പക്ഷേ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ആ ഒരു ശക്തിയെ വിശ്വസിച്ചുകൊണ്ട് നിൽക്കൂ എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനൊരു സൂചന നമ്മളുടെ ജീവിതത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ മനസ്സിലാക്കുക നിങ്ങളുടെ റിയൽ ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. പിന്നെയുള്ളൊരു സൂചന അവസാനമായിട്ടുള്ളതെന്ന് വെച്ചാൽ, എത്ര വലിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നാലും നമുക്ക് കൂളായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക, വളരെ പീസ്ഫുള്ളായിട്ട് അതിനെ നമ്മൾ കടന്നങ്ങ് പോകാനായിട്ടുള്ള ആ ഒരു കൂൾനെസ് അല്ലെങ്കിൽ ഒരു കാംനെസ് അല്ലെങ്കിൽ പീസ്ഫുൾനെസ് ഒക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആരെന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല, ആരെന്ത് പെരുമാറിയാലും എനിക്കൊന്നുമില്ല എന്നുള്ള രീതിയിൽ നമ്മളുടെ ഈഗോയ്ക്ക് ഡെത്ത് സംഭവിച്ചതിന് ശേഷം ആ ഒരു രീതിയിൽ നമുക്ക് ആ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അവിടെയും പ്രപഞ്ചശക്തി തരുന്ന ഒരു സൂചനയാണ് നമ്മളുടെ ആ ഒരു റിയൽ ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻസ് എല്ലാം നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കിട്ടാൻ പോകുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ വളരെ ഗ്രേറ്റ്ഫുള്ളായിട്ടിരിക്കുക. എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും അത്രത്തോളം എൻ്റെ മനസ്സിന് അല്ലെങ്കിൽ ആ ഒരു സോൾ ലെവലിൽ അത്രയും പവർഫുള്ളാണ്. നിങ്ങൾ സോൾ ലെവലിൽ വളരെ പവർഫുള്ളാണ്. നിങ്ങൾക്ക് അറിഞ്ഞൂടാ നിങ്ങളുടെ പവർ എത്രയാണെന്ന്. പക്ഷേ ആ ഒരു പ്രപഞ്ചശക്തിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ചലഞ്ചസ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇട്ട് തരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കഴിഞ്ഞ ജന്മങ്ങളിൽ എത്രയോ ജീവിച്ച് വന്ന ഒരു സോൾ ലെവലിൽ നിൽക്കുമ്പോൾ ആ സോൾ വളരെ പവർഫുൾ ആയതുകൊണ്ട് എത്ര വലിയ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കഴിവ് നിങ്ങളുടെ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഇല്ലെങ്കിലും ആത്മാവിന് അതിനൊരു ശക്തിയുണ്ട് എന്ന് പ്രപഞ്ചശക്തി നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ വളരെ ഗ്രേറ്റ്ഫുള്ളായിട്ട് നിൽക്കുക. എന്ത് സാഹചര്യങ്ങൾ വന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആ ഒരു ഈശ്വരനോട് താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞുകൊണ്ട് അതിനെയെല്ലാം വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാരുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.